പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു പ്രത്യാക്രമണം പല കാരണങ്ങൾ കൊണ്ട് സാധ്യമല്ല. ഒന്നാമത്, ഒരു പ്രത്യാക്രമണത്തിന് മുതിരണമെങ്കിൽ നയതന്ത്രപരമായ സഹകരണം ഉണ്ടാവുക പ്രധാനമാണ്. ലോകത്തെ ബോധിപ്പിക്കാൻ പറ്റണം ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന്. ഇപ്പം നോക്കിയാൽ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഇന്ത്യയോട് പ്രത്യാക്രമണം നടത്താൻ പാകിസ്ഥാന് റൈറ്റ് ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു രാജ്യത്തൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുമെന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന ചൈന പോലും നിരാശാജനകമാണ്, നിങ്ങൾ പരസ്പരം അടിക്കരുതെന്ന വാചകത്തിലെല്ലാം ഒതുക്കി. കാരണം പാകിസ്ഥാൻ ഭീകരതയുടെ ഒരു വിളനിലമാണെന്നും അവിടുത്തെ ഭരണകൂടങ്ങൾ ഭീകര സംവിധാനങ്ങളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുകയും എയ്ഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പാകിസ്ഥാൻ ആർമി തന്നെയും ഭീകര സംഘടനകൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ലോകത്തിനറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ കേസിൽ നമ്മൾ പിടിച്ചിട്ടുള്ള മുഴുവൻ ഭീകരവാദികളും പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. അജ്മൽ കസബ എന്നൊരുത്തനെയാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കിട്ടിയത്. അയാൾ പാകിസ്ഥാനിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ നമ്മൾ ഈ കാണ്ഡഹാറിൽ നമ്മുടെ വിമാനം റാഞ്ചിയതിന് പകരമായി വിട്ടുകൊടുക്കേണ്ടി വന്ന മസൂദ് അസറാണ് ഇപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭീകരവാദി. അയാളെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയുടെ കഴിഞ്ഞ 80കളുടെ തുടക്കം മുതൽ ഏറ്റവും അവസാനം 2025 വരെ ഇന്ത്യ ഭീകരതയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാന ഹേതു പാകിസ്ഥാൻ്റെ മണ്ണാണ്. അതിനകത്ത് ആര് പ്രവർത്തിക്കുന്നുള്ളതല്ല. പാകിസ്ഥാനിൽ നിന്ന് ആയുധത്തിൻ്റെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ പണത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ എല്ലാം സഹായം കിട്ടിയ ആൾക്കാരാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആക്രമണം നടത്തിയത് മുഴുവൻ. ഒരു ലോകത്തിനറിയാവുന്ന യാഥാർത്ഥ്യമാണെന്നിരിക്കെ ഇന്ത്യ അതിന് നേരെ നടത്തുന്ന ഏതെങ്കിലും ഒരു ആക്രമണം ഗുരുതരമായൊരു കുഴപ്പമാണ് എന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അഭിപ്രായമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ മണിക്കൂറിൽ നയതന്ത്രപരമായി പാകിസ്ഥാൻ ഒരു പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ അവരുടെ പരമാധികാരം സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട്, തിരിച്ചടിച്ചോട്ടെ എന്ന് ഏതെങ്കിലും ഒരു രാജ്യം പറഞ്ഞില്ലല്ലോ. അതാണ് ഒന്നാമത്തെ ക്രൈസിസ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് പറയാൻ കഴിയും വിധത്തിലുള്ള ശക്തിയുള്ള രാജ്യമല്ല. രണ്ടാമത്തേത്, ശരിയാണ്, പാകിസ്ഥാൻ ഒരു ചെറിയ സൈനിക ശക്തിയൊന്നുമല്ല. അവരുടെ കയ്യിൽ കുറേ ആയുധങ്ങളുണ്ട്, വലിയ പട്ടാളമൊക്കെ ഉണ്ട്. പക്ഷേ അതുള്ളപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, അതെടുത്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പൈസ ആവശ്യമുണ്ട്. നമ്മളെപ്പോഴും പറയില്ലോ, ഇസ്രായേലിൻ്റെ കയ്യിൽ അയൺ ഡോം ഉണ്ട്. അയൺ ഡോം വെച്ചാൽ ഇപ്പം ഹമാസ് തൊടുത്തുവിടുന്ന ചെറിയ റോക്കറ്റുകൾ തടയാൻ അവർ അയൺ ഡോമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടാവാത്തത്. പക്ഷേ അയൺ ഡോം ഓരോന്ന് പ്രയോഗിക്കുമ്പോഴും അതിന് ലക്ഷക്കണക്കിന് രൂപ, കോടികൾ ചിലവാക്കിയിട്ടാണ് ഓരോ അയൺ ഡോമിൻ്റെയും പ്രയോഗം. അത് ഇസ്രായേലിൻ്റെ എക്കണോമിയെ പോലും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആയുധങ്ങളുണ്ട് എന്നതുകൊണ്ട് കാര്യമില്ല, അതെടുത്ത് പ്രയോഗിക്കാൻ ഒരു ദിവസം ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധം നടത്താൻ തീരുമാനിച്ചാൽ കോടാനുകോടി ചിലവ് വരും. ഇപ്പം നമ്മൾ 1 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം നാളെ നേരം വെളുക്കുമ്പോൾ 9 രൂപയ്ക്ക് വാങ്ങിക്കേണ്ടി വരും. എല്ലാ അർത്ഥത്തിലും അത് നമ്മളെ ബാധിക്കും. പാകിസ്ഥാൻ ഇപ്പോഴത്തെ എക്കണോമി കടം കയറി മുടിഞ്ഞ ഒരു നാടാണത്. നമ്മളോട് വാങ്ങിക്കുന്ന സാധനങ്ങളിലും അവിടുത്തെ വിലയും നമ്മൾ തട്ടിച്ച് നോക്കണം. എല്ലാത്തിനും ഭീകരമാംവിധമുള്ള വിലയാണ്. ലിറ്ററലി ഭീകരമായ വില കൊടുത്താണ് ആളുകൾ സാധനം വാങ്ങിക്കുന്നത്. ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി, പണപ്പെരുപ്പം, ഊർജ്ജ പ്രതിസന്ധി, ഇതെല്ലാം കൊണ്ട് ആകെ നാശമായിരിക്കുന്നു ആ രാജ്യം. തുടക്കം മുതൽ അസ്ഥിരതയുടെ ഒരു തുടർച്ചയാണല്ലോ ആ രാജ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെപ്പോലെ രാജ്യമായി, ഇന്ത്യ പ്രത്യേകിച്ച് ഒരു ചെറിയ രാജ്യമല്ല. അവരുടെ മറ്റ് അയൽ രാജ്യങ്ങളെപ്പോലെയല്ല ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്ന്. അതുമായിട്ട് ഏതരത്തിലും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് വിനാശകരമായിരിക്കും. ഒന്ന്. രണ്ടാമത്തേത്, അങ്ങനെ തുടങ്ങി വെക്കാൻ കഴിയുന്ന സാമ്പത്തികമായ ഭദ്രത പ്രശ്നം, പൊളിറ്റിക്കൽ ഭദ്രതയില്ലായ്മയുടെ പ്രശ്നം എല്ലാം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ അവിടെ പല കാര്യങ്ങൾക്ക് സർക്കാരിനെതിരാണ്. ഒന്നാമത് ഈ വിലക്കയറ്റത്തിനെതിരെ ജനങ്ങളെതിരാണ്. രണ്ടാമത് ഇപ്പോൾ ഇമ്രാൻഖാനുമായി ബന്ധപ്പെട്ട് വലിയ പ്രൊട്ടസ്റ്റ് അവിടെയുണ്ട്. എല്ലാം കൊണ്ടും ശിഥിലമായ ഒരു അവസ്ഥയിൽ ഒരു യുദ്ധം തുടങ്ങി വെക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത അവസ്ഥയുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴും സമവായത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നത്. നിങ്ങൾ ഇനി തുടർ നടപടിയില്ല എന്ന് പറയുമെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സൈനിക ഇനീഷ്യേറ്റീവുകൾ അവസാനിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാന് ഒരു പ്രത്യാക്രമണത്തിന് കഴിയുമെന്ന്. അതിൻ്റെ കാരണം അവർക്ക് അവരുടെ കോഴ്സ് വിശദീകരിക്കാൻ പറ്റില്ല. ഇന്ത്യയുടെ കോഴ്സ് വിശദീകരിക്കാൻ പറ്റും. ഇന്ത്യ ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങൾ പട്ടാളക്കാരെ ആക്രമിച്ചിട്ടില്ല, അവിടെ എന്തെങ്കിലും ഔദ്യോഗിക സംവിധാനങ്ങൾ ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചത് ഭീകരകേന്ദ്രങ്ങളാണ്. അവിടെ ഭീകരകേന്ദ്രം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. കാരണം ജസ്റ്റിസ് എന്ന് പറയുന്ന സംഗതി ഞങ്ങൾ സെർവ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ പ്രതികരണം. ഇത് ഒരു നിയന്ത്രണവും വളരെ പ്രിസീവായിട്ടുള്ള ഒരു അറ്റാക്കിലൂടെ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു തുടർ യുദ്ധം നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അവരുടെ ആ മിലിറ്ററി ആയിട്ടൊരു ഫൈറ്റ് ആഗ്രഹിക്കുന്നില്ല. സോ അത് ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണിത്. ഇപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചപ്പോൾ ഇറാൻ ഇടയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ചു. ഞങ്ങളുടെ മിതമായ പ്രതികാരം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ മിതമായ പ്രതികാരം അല്ലെങ്കിൽ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചത് സൈനിക കേന്ദ്രങ്ങളെയല്ല, മറിച്ച് ഭീകര കേന്ദ്രങ്ങളെയാണ്. അവിടെ ഈ മസൂദ് അസറിൻ്റെ ഫാമിലി മെമ്പേഴ്സ് കൊല്ലപ്പെട്ടു നേരിട്ട് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്ത്യക്ക് ആ കാര്യം വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയും. ഇന്നിപ്പോൾ രാവിലെ വാർത്താ സമ്മേളനം നടത്തുന്ന പോലും ദൃശ്യങ്ങളുടെയും സാറ്റലൈറ്റ് വീഡിയോസിൻ്റെയൊക്കെ പിൻബലത്തോടെയാണ്. അപ്പോൾ കേവല അവകാശവാദങ്ങളല്ല. അതുകൊണ്ട് എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന് വിചാരിക്കണം. പക്ഷേ എന്തെങ്കിലും പാകിസ്ഥാൻ പട്ടാളത്തെ സംബന്ധിച്ച് ഒരു കാര്യമുള്ളത്, അവരുടെ നിലനിൽപ്പും അവിടുത്തെ ഒരു ദേശീയതമായ വികാരം എന്ന് പറയുന്ന സംഗതി ഇന്ത്യ വിരുദ്ധതയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഒരു 2 വീക്സിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കും എന്നതിനെ പരിഹസിച്ചുകൊണ്ടുള്ള കണ്ടന്റുകളാണ് കൂടുതൽ വൈറലായിക്കൊണ്ടിരുന്നത്. ഇന്ത്യയുടെ മിസൈൽ കാത്തിരിക്കുന്ന യുവാവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റുകൾ വൈറലായിരുന്നു. ഫൈനലി മിസൈൽ ഒന്ന് വീണല്ലോ.
അപ്പോൾ അത് ഈ രണ്ടാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈകാരികമായ ഹൈപ്പുണ്ട്. അത് അവിടുത്തെ ഭരണകൂടത്തിന് മേലൊരു സമ്മർദ്ദവും മറ്റും ഉണ്ടാക്കിയേക്കും. കാരണം വേറെ ഒന്നുമില്ല. അതുമാത്രമല്ല, അവരെ സംബന്ധിച്ച് മറ്റ് പല ഘടകങ്ങളെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ പ്ലേ ചെയ്യാനും ഇത് ഉപകാരപ്പെട്ടേക്കും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അതിക്രിയയിലേക്ക് പാകിസ്ഥാൻ കടക്കുമോ, പാകിസ്ഥാൻ മിലിറ്ററി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുമെന്നോ എന്ന് മാത്രമേ വിചാരിക്കേണ്ടതുള്ളൂ. പക്ഷേ അതിൻ്റെ സാധ്യത തുലവും തുച്ഛമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ അവസാനിക്കുന്നു. ബട്ട് ഇതുകൊണ്ട് ഭീകരത പാകിസ്ഥാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. എനിക്കറിയില്ല. കാരണം ഇനിയിപ്പോൾ പാകിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നാളെ മുതൽ ഭീകരതയ്ക്കെതിരായിട്ടുള്ള എല്ലാ നടപടി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചാൽ കഴിയുമോ? പട്ടാളം അതിനോട് സഹകരിക്കും. പട്ടാളം വേറെ തന്നെ ഒരു സർക്കാരാണ് അവിടെ. ഇവിടുത്തെ പോലെ അല്ല. അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരു തീരുമാനം എടുത്തുകൊണ്ട് നാളെ പട്ടാളം അനുസരിക്കണമെന്നില്ല. നാളെ ചിലപ്പോൾ പട്ടാളം കയറി ഞങ്ങൾ ഭരിച്ചോളാം, നിങ്ങൾ അങ്ങോട്ട് മാറുന്നു പറഞ്ഞ് പ്രധാനമന്ത്രി എടുത്ത് കളയാൻ കഴിയുന്ന പട്ടാളമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് പട്ടാളം ഈ പണി, ഇന്ത്യക്കെതിരായിട്ടുള്ള പണി അവസാനിപ്പിക്കുമോ? രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചാൽ പറ്റുമോ? പിന്നെ പലതരത്തിലുള്ള മത ലോബികൾ ശക്തിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. എല്ലാ മേഖലയിലും ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ആക്സസ് പോലുമില്ല. പല പല ഗോത്ര മേഖലകൾ, പലതരത്തിലുള്ള ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തൊയ്ബ, അവരുടെ സ്കൂളുകൾ, അവർ നടത്തുന്ന പരിപാടികൾ, അവരുടെ ലോക്കൽ ഭരണം, അങ്ങനെ എന്താണ് എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും ഗവൺമെൻറ്റിന് കൺട്രോളുള്ള സ്ഥലം പോലുമല്ല. പലയിടത്തും ഭരിക്കുന്ന ഈ വക ലോക്കൽ ആൻഡ് എക്സ്ട്രീമിസ്റ്റ് ലീഡേഴ്സൊക്കെയാണ്. അപ്പോൾ അത് ആ നാടിനെ ഗ്രസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചാൽ അവർക്ക് പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആ രാജ്യം കുറച്ചുകൂടെ ആരോഗ്യത്തിലിരിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ദീർഘകാലമുള്ള അവസാനിക്കാത്ത ത്രെട്ടായിരിക്കും. അതുകൊണ്ട് അവർ നന്നാവട്ടെ എന്ന് ആഗ്രഹിക്കാം ഏതെങ്കിലും വിധേന. പക്ഷേ അത് എളുപ്പമായിരിക്കില്ല.